അപ്പോൾ ഡ്രൈവിംഗ് ആൻഡ് ഡോക്ടർ, എനിക്കുറപ്പാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഗെയിം കളിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ മലയാളികളുടെ ഇടയിൽ ഈ ഗെയിം അത്രയ്ക്കും ഫേമസ് ആയിരുന്നു. അതിന് കാരണം ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ 30 MB താഴെ മാത്രം വരുന്ന ഈ ഗെയിമിൻ്റെ കാർ കളക്ഷൻ, അതുപോലെ ഡ്രൈവിംഗ് മോഡ്സ് തന്നെയാണ്. ഈ ഗെയിമിന് 6-7 കാറ് വരുന്നുണ്ട്, അതും വെൽ ഡീറ്റെയിൽഡ് ആയിട്ട്. ഈ ഗെയിമിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയടല്ലോ. ചില ഗെയിമുണ്ട് എത്ര റിയലിസ്റ്റിക് ആണെങ്കിലും കുറച്ച് കളിച്ച മടുക്കും. എന്നാൽ ഈ ഗെയിം എത്ര കളിച്ചാലും മടുകില്ല. എനിക്ക് തോന്നുന്നത് അതിന് കാരണം ഇതിന്റെ ഗ്രാഫിക്സ് റിയലിസ്റ്റിക് അല്ല, എന്നാലും കണ്ണിനൊരു കുളിർമ തരും. അങ്ങനെ തന്നെ പറയണം. അതുകൊണ്ടായിരിക്കാം പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ ഗെയിമിന്റെ സെക്കൻഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ കളിച്ചു നോക്കിയിരുന്നു. എന്നാൽ എന്തോ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു തൃപ്തി എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഞാനത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കളിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ട. എന്തായാലും ഇനി കളിക്കാത്തവരാണെങ്കിൽ എന്തായാലും കളിച്ചു നോക്കണം എന്ന് പറയുന്നില്ല. കാരണം അതിനേക്കാൾ നല്ല റിയലിസ്റ്റിക് ഗ്രാഫിക്സ്, മറ്റ് ഓപ്ഷൻസ് ഉള്ള എത്രയോ ഗെയിം പ്ലേ സ്റ്റോറിലുണ്ട്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ. ചിലപ്പോൾ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. കാർ ഗെയിംസ് കളിക്കാത്തവരാണെങ്കിൽ ഇത് നല്ലൊരു ഐശ്വര്യമുള്ള തുടക്കമാണ്. കളിച്ചു നോക്കിക്കോ. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട.